നമസ്കാരം. കല്യാണത്തലേന്നൊക്കെ ഉണ്ടാക്കുന്ന പാലക്കാടൻ കോഴിയും കുമ്പളങ്ങിയും റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇന്ന് വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ ലഞ്ചിനുണ്ടാക്കിയ റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ ഒരു പിടി ചെറിയ ഉള്ളി, അത് നിർബന്ധമാണ്, ഒരു പിടി ചെറിയ ഉള്ളി തന്നെ എടുക്കണം. അതേപോലെ ഒരു കഷ്ണം കുമ്പളങ്ങ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളി എടുത്തിട്ടുണ്ട്. തേങ്ങയിൽ 1 സ്പൂൺ ജീരകവും 1 സ്പൂൺ കുരുമുളകും ചേർത്ത് വെച്ചിട്ടുണ്ട്. മല്ലിയില, കറിവേപ്പില, ഒരു 1/4 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ഒരു കഷ്ണം, കുറച്ച് വെളുത്തുള്ളി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി. അപ്പോൾ ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങ, ജീരകവും കുരുമുളകും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ എണ്ണ ഒഴിച്ചിട്ട് കടുക് കുറച്ച് പൊട്ടിക്കുക. അതിൽ ഒരു 1/4 ഉലുവ ഇടുക. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട ശേഷം കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ആ വലിയ സവാള അതിലേക്ക് ഇടുക. കുറച്ച് ഉപ്പുകൂടെ ചേർത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ തക്കാളി കട്ട് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നന്നായി മൂപ്പിക്കുക. മഞ്ഞൾപ്പൊടിയുടെ ഡബിളാണ് നമ്മൾ മുളക് പൊടി എടുക്കുന്നത്, മുളക് പൊടിയുടെ ഡബിളാണ് മല്ലിപ്പൊടി എടുക്കുന്നത്. ഓക്കെ, മിക്ക കറികൾക്ക് അങ്ങനെയാണ് നമ്മൾ കൂട്ടെടുക്കുക. ഇതിൽ തക്കാളിയൊക്കെ ഒന്ന് നന്നായി വഴണ്ടി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ 1/4 കിലോ ചിക്കൻ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് വേവാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി വേവാൻ വയ്ക്കുക. ചിക്കൻ പാതി വേവ് വരുമ്പോഴാണ് നമ്മൾ കുമ്പളങ്ങ ചേർക്കേണ്ടത്, അല്ലെങ്കിൽ കുമ്പളങ്ങ ഇതിൽ കാണാൻ കിട്ടില്ല. കുമ്പളങ്ങ കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നാലാണ് ആ ഒരു കോഴിയും കുമ്പളങ്ങയ്ക്കും ടേസ്റ്റ് ഉണ്ടാവുക. പാതി വേവായിട്ട് കുമ്പളങ്ങ ചേർത്ത് ഉപ്പും ചേർത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും കുരുമുളകും കൂടിയുള്ള ഗ്രേവി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നല്ലോണം തിളപ്പിക്കുക. വരുന്ന സമയത്ത് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കോഴിയും കുമ്പളങ്ങയും റെസിപ്പി റെഡി ആയിട്ടുണ്ട്.